ഹേയ്, നമ്മളെല്ലാവരും മാനിഫെസ്റ്റേഷൻ്റെ പല ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല, അല്ലെ അതെന്താണ് ഞാൻ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ വർക്കാവാതെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. ഞാനൊരു 3 സ്റ്റെപ്സ് നമുക്ക് ഡെയിലി അത് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ വർക്ക് ചെയ്യും. നിങ്ങൾ എന്നെ ഒന്ന് കേട്ടിട്ട് പോകുന്നേ. ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത് എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തേതായി വിഷ്വലൈസേഷൻ. നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം, നമ്മൾ അതൊരു സിനിമ കാണുന്ന പോലെ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും നിങ്ങളുടെ വലത് കൈയിലേക്ക് നോക്കുക. വലത് കൈയിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിലെ വലിയ വരകൾ മാത്രം ആദ്യം ആ വരയിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. എല്ലാവരും ആ വലിയ വരകൾ എല്ലാവരെയും മനസ്സിൽ വന്നില്ലേ? ഇനി നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ ആ വലിയ വരകൾ മാത്രം ചിന്തിച്ച് നോക്കി. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ വലിയ വരകൾ കാണാൻ പറ്റുന്നില്ലേ? ഇനി എല്ലാവരും കണ്ണോർക്ക്. ഇനി നിങ്ങൾ നിങ്ങളുടെ വലത് കൈയിലെ വലിയ വരകളും ചെറിയ വരകളും രണ്ടും ഒരേപോലെ നോക്കുക. അതിനുശേഷം കണ്ണടയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വലിയ വരകളും ചെറിയ വരകളും കാണാൻ പറ്റുന്നില്ലേ? അപ്പം അങ്ങനെയായിരിക്കണം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. അതായത് നമുക്ക് അത്രയും ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് കാര്യമാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് കഴിഞ്ഞതായിട്ട് അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫീലിങ്സ് ഇല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷനും നടക്കില്ല. അതായത് നമ്മളിപ്പം വിഷ്വലൈസേഷൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ എനർജിക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. അതായത് ചിലപ്പോൾ നമുക്ക് നല്ല ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഡാൻസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ എനർജിയൊക്കെ നല്ലപോലെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ശേഷം വേണം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രീം ആഗ്രഹിച്ച ജോബ് കിട്ടിയതായിട്ടായിരിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക്, ആ ജോലി കിട്ടി, ഫസ്റ്റ് ദിവസം ജോലിക്ക് പോകുന്നു, അവിടെ ഉള്ളവരെല്ലാം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു ഭയങ്കര സന്തോഷം അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. എങ്കിൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. മൂന്നാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആക്ഷൻ. അതായത് ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നിങ്ങളുടെ ആ ആഗ്രഹത്തിലേക്ക് എത്താൻ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നിങ്ങൾ ഡെയിലി ചെയ്യണം. എങ്കിൽ മാത്രമേ യൂണിവേഴ്സിന് മനസ്സിലാവത്തുള്ളൂ, ഇവൻ അല്ലെങ്കിൽ ഇവൾ ഭയങ്കര സീരിയസ് ആണ് ഈ കാര്യത്തിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹം, നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നു. ചിലങ്ക് കെട്ടി സ്റ്റേജിൽ കളിക്കുന്നത് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നു. നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ആ സ്റ്റേജിൽ കളിക്കുന്ന കാണുമ്പോൾ എല്ലാവരും നിങ്ങളെ ക്ലാപ്പ് ചെയ്യുന്നു, ഭയങ്കര ഹാപ്പിയാണ്, എല്ലാ ഫീലിങ്സും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഡാൻസ് പഠിക്കാൻ പോയില്ലെങ്കിലോ ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് കാര്യമുണ്ടോ? അപ്പം അങ്ങനെയായിരിക്കണം. ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്